സംസ്ഥാന സർക്കാരിന്റെ വാർഡ് പുനർനിർണയ നീക്കം മാനദണ്ഡപ്രകാരം മാത്രമേ അനുവദിക്കൂ എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതിൽ യാതൊരു കൃത്രിമവും നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്നത്തെ പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ചിട്ടാണ് ഈ വാർഡ് ഡീലിമിറ്റേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇത് ഏകപക്ഷീയമായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളത് പരിശോധിച്ചിട്ട് നിയമപരമായി എന്തെങ്കിലും കൗശലങ്ങൾ കാണിക്കാനുള്ള എന്തെങ്കിലും വഴികൾ സർക്കാർ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടും. ഒരു മാനിപ്പുലേഷൻ, അതിന്റെ പേരിൽ ഒരു കൃത്രിമം കാണിക്കാനുള്ള ഒരവസരവും ഉണ്ടാക്കില്ല. ഞങ്ങളും വളരെ ജാഗ്രതയോടുകൂടി വാർഡ് ഡീലിമിറ്റേഷന് ഒരു തട്ടിപ്പും നടക്കാത്ത രീതിയിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സമ്മതിക്കൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. മാനദണ്ഡങ്ങൾ വേണം, കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. അല്ലാതെ ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ സൗകര്യത്തിന് വാർഡ് ഉണ്ടാക്കുന്ന പഴയ രീതി ഒരു കാരണവശാലും സമ്മതിക്കില്ല. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആക്ടിൽ പറയുന്ന ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ഡീലിമിറ്റേഷൻ നടപടികൾ സ്വീകരിക്കുന്നെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. ഞങ്ങളത് പരിശോധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ കെടുകാര്യസ്ഥതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുക. 2 ദിവസം മഴ പെയ്തുള്ളൂ, ഇന്നലെ ഇന്നും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം അടക്കമുള്ള കേരളത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. അപ്പം ഇത് മൺസൂൺ അല്ല, പ്രീ മൺസൂണാണ്. അപ്പം മഴക്കാല പൂർവ്വ നടപടികൾ ഒന്നും ചെയ്തിട്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പും ചെയ്തിട്ടില്ല, സ്ഥാപനങ്ങളും ചെയ്തിട്ടില്ല. സ്ഥാപനങ്ങൾക്ക് അതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല. പല സ്ഥലത്ത് ജാഥകളാണ് നടക്കുന്നത്. ഇത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ അവയർനെസ് ഉണ്ടാക്കാൻ ജാഥ നടത്തിയിട്ട് ബോധവൽക്കരണം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഡ്രൈനേജ് ക്ലീൻ ചെയ്യണ്ടേ? ഓട ക്ലീൻ ചെയ്യണ്ടേ? ചാലുകൾ ക്ലീൻ ചെയ്യണ്ടേ? സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു.